സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് സുനീഷ്. പ്രായമായ സ്ത്രീയുമായി സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്നത്. ഇതോടെ സ്കൂട്ടർ നിലത്തുപേക്ഷിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് സുനീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് മാരിയെ കാട്ടാന ചവിട്ടിക്കുന്നത്. ബാഗും കുടയും ഭക്ഷണ സാധനങ്ങളും അടക്കം ചിന്നിച്ചിതറിയ നിലയിലാണ് സംഭവസ്ഥലമുള്ളത്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണം ഉണ്ടായ സംഭവ സ്ഥലത്താണുള്ളത്. ഈ കാണുന്ന പ്രദേശത്ത് വെച്ചാണ് മാരിയെ ഇന്ന് രാവിലെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയത്. അതിൻ്റെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ചിതറിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. 11 വയസ്സുള്ള ദിക്ഷൻ, ആ കുട്ടി ഇപ്പോൾ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. ആ കുട്ടിക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഉൾപ്പെടെ കുടയുൾപ്പെടെ ആ കയ്യിലുണ്ടായിരുന്നതെല്ലാം റോഡിൽ ചിതറിക്കിടക്കുന്നതാണ് കാണുന്നത്. രാവിലെ ഈ റോഡിലൂടെ കയറി വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ നിന്നും, കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഈ പ്രദേശവാസി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഈ ചേട്ടൻ റോഡിലൂടെ വാഹനത്തിൽ വരികയായിരുന്നു. വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. എന്താ രാവിലെ സംഭവിച്ചേട്ടാ? രാവിലെ വന്നപ്പോൾ അങ്ങനെ പെടിന്ന് പ്രതീക്ഷിക്കാൻ നമ്മൾ കയറി വന്നത്. കയറി വണ്ടി ഇട്ട് കൂടെ എല്ലാം വേറെ വഴിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടി ഇട്ട് ഓടി. പിന്നെ വെല്ലുമ്മ ഞാൻ താഴെ കൊണ്ടുപോയിട്ട് പിന്നെ വെല്ലുമ്മ പിന്നെ വാഹനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മേളിൽ കൊണ്ട് വിട്ടത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആക്രമിച്ചാൽ ഞാൻ ഓടി അങ്ങ് നമ്മുടെ അടുത്ത് വന്നേ. വണ്ടി ഇട്ട് ഓടിയില്ലായിരുന്നെങ്കിൽ നമ്മളെ എടുത്ത് നിലത്തടിക്കണമായിരുന്നു. എത്ര ആന ഉണ്ടായിരുന്നു? 2 രാവിലെ നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നോ? മഞ്ഞൊന്നും ഇല്ലായിരുന്നു, ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇവിടുന്ന് മഴയുണ്ടായിരുന്നു, ചാറ്റ മഴ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കയറി നമ്മൾ അറിഞ്ഞില്ലല്ലോ. പുൽമെട്ടിന്ന് അങ്ങനെ കയറി വരുമായിരുന്നു അല്ലേ? ആ സ്ഥലത്ത് അവിടുന്ന് കയറി വന്നത്. പിടിന്ന് നമുക്ക് അറിയത്തില്ലല്ലോ കയറി വരുന്നത്. പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ? അത് പിടിന്നുണ്ട് അങ്ങ് മേളിൽ കയറി പോയതായിരുന്നു. പിന്നെ 2 ആന ഉണ്ടായിരുന്നു. 5 ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ആനയെ നമ്മൾ കണ്ടുള്ളൂ. ആ ചേട്ടൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഈ കാണുന്ന ഈ റോഡിലൂടെ നടന്നു വരുമ്പോൾ കാട്ടാന ഇവിടെ നിൽക്കുന്നു. ആ സ്ത്രീയും മാരിയും മകനും ഈ ഭാഗത്തേക്ക് ഓടി മറിഞ്ഞു. പക്ഷേ അവിടെ വെച്ചാണ് ചവിട്ടി കൊലപ്പെടുത്തിയത്. തോർത്തും അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ചിതറി കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. പ്രദേശവാസികൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ്. താഴ്ഭാഗത്ത് ഇപ്പോഴും കാട്ടാന നില ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലം വിട്ടു പോയിട്ടില്ല. RRT സംഘം, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. എന്തായാലും ജാഗ്രത വേണം, വരും മണിക്കൂറുകളിലും ജാഗ്രത വേണം എന്നതാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും അവിടുത്തുകാർക്ക് ഈ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഈ സ്ത്രീക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 5 കാട്ടാനകൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അവയെ തുരത്തുന്നത് വരെയും ഏറെക്കുറെ ബന്ദികളായ അവസ്ഥയാണ് നാട്ടുകാർക്ക് ഉണ്ടാകുന്നത്.